ശ്രീ ജെ ആർ പത്മകുമാർ, ഈ കൂടിക്കാഴ്ചയുടെ സ്ക്രിപ്റ്റ് എന്താണ്? വളരെ അസ്വാഭാവികമായി തോന്നുന്നു ഇ പി ജയരാജൻ ഇത് പറഞ്ഞു കേൾക്കുമ്പോൾ. ആദ്യ ദിവസവും ഇന്നലെ അദ്ദേഹം സൈലൻ്റ് ആയിരുന്നു, ഇന്ന് വീണ്ടും അതേ നറേറ്റീവ് തന്നെ പറയുന്നു. അതായത് ജാവ്ദേക്കർ വരുന്നു, ഞാൻ നോക്കിയപ്പോൾ ഇത് ജാവ്ദേക്കർ ആണല്ലോ എന്ന് തോന്നുന്നു. അതെ, ജാവ്ദേക്കർ തന്നെ. ജാവ്ദേക്കർ വന്ന് രാഷ്ട്രീയം സംസാരിക്കാൻ ശ്രമിക്കുന്നു, രാഷ്ട്രീയം സംസാരിക്കേണ്ടതില്ല എന്ന് പറയുന്നു. ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്, നിങ്ങൾ വേണമെങ്കിൽ ചായ കുടിച്ച് ഇറങ്ങിക്കോളൂ എന്ന് പറയുന്നു. ഇ പി ജയരാജൻ്റെ വീടാണത്, അല്ലെങ്കിൽ ഇ പി ജയരാജൻ്റെ മകൻ്റെ വീടാണ്. അല്ല, ഞങ്ങൾ ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് അവർ ഇറങ്ങുന്നു. നോക്കൂ, ഇങ്ങനെയൊക്കെ വല്ലവരുടെയും വീട്ടിൽ കയറി പോകുന്ന ആളുകളാണോ നിങ്ങളുടെ നേതാക്കൾ ശ്രീ ജെ ആർ പത്മകുമാർ, ഇവിടുത്തെ പ്രഭാരി? അങ്ങനെയല്ലല്ലോ. ഒരു കേരളത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാർ പരസ്പരം സംസാരിക്കാറുണ്ട്, സൗഹൃദം പങ്കിടാറുണ്ട്, പൊതുവേദിയിലും അതുപോലെ തന്നെ ഇപ്പോൾ സ്വന്തം വീട്ടിലായാൽ തന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു പതിവുണ്ട്. അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രം അത് നിഷേധിച്ചിരിക്കുന്നു എന്നൊക്കെ മുമ്പൊക്കെ നിഷേധിച്ചിട്ടുണ്ടായിരിക്കും. ആ കാലഘട്ടമൊക്കെ മാറിയില്ലേ. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കാനും അഭിപ്രായങ്ങൾ പറയാനും, പിന്നെ ഏത് സ്വീകരിക്കണ്ട എന്നുള്ളത് വേറെ കാര്യം. ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതല്ലല്ലോ. നമുക്കിപ്പോൾ ഞാനൊരു CPM കാരനോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവിനോടോ സംസാരിക്കുമ്പോൾ എൻ്റെ രാഷ്ട്രീയം പറയാൻ എനിക്ക് അവകാശമുണ്ട്. അതിപ്പോൾ കോൺഗ്രസ് നേതാവിനും അതുപോലെ അവരുടെ രാഷ്ട്രീയം പറയാനുള്ള അവകാശമുണ്ട്. നമ്മൾ CPM നേതാവിനും BJP കാരനായ എന്നോട് CPMൻ്റെ നിലപാടുകൾ പറയാനും അവകാശമുണ്ട്. ഇതൊന്നും നമ്മുടെ പൊതുസമൂഹത്തിൽ നിഷേധിച്ചിട്ടുള്ള കാര്യമാണോ? ജനാധിപത്യത്തിൽ നിഷേധിച്ചിട്ടുള്ള കാര്യമാണോ? ഇവിടുത്തെ പ്രശ്നം എന്താ? ഞാൻ ചോദിക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ഇ പി ജയരാജന് സംശയമുണ്ടോ? അദ്ദേഹം പാർട്ടി സ്കൂളിൽ പോയിട്ടില്ലേ? പാർട്ടി വിദ്യാഭ്യാസം അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലേ? പാർട്ടിയുടെ കേഡർ സ്വഭാവം അദ്ദേഹം നിലനിർത്തുന്നില്ലേ? അദ്ദേഹത്തിന് അവിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് മാർക്സിസ്റ്റ് പാർട്ടി പറയേണ്ടത്. ആരെങ്കിലുമായി സംസാരിച്ചാലോ ചിരിച്ചാലോ ചായ കുടിച്ചാലോ അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസം ഒക്കെ നിങ്ങളുടെ ഒരു നേതാവ് കാരണം, നിങ്ങളുടെ പ്രഭാരി കാരണം ഇ പി ജയരാജൻ അങ്ങനെ അല്ല എങ്കിൽ ഇ പി ജയരാജൻ എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? അല്ല, കാര്യം ഒന്ന് മനസ്സിലാക്കും. നോക്കൂ, എനിക്കറിയാനുള്ളത്, ഇ പി ജയരാജൻ ആദ്യ ദിവസവും ഇന്നും മൂന്നാമത്തെ ദിവസവും ഒരേ സ്ക്രിപ്റ്റാണ് പറയുന്നത്. അതാണോ യഥാർത്ഥത്തിൽ സത്യം? അതല്ല ഇ പി ജയരാജൻ ഇനി നേരത്തെ ഈ ദല്ലാൽ നന്ദകുമാറോ അല്ലെങ്കിൽ പ്രകാശ് ജാവ്ദേക്കറും ഇ പി ജയരാജനും തന്നെ നേരിട്ട് ഫോണിൽ സംസാരിച്ച് ഒരു കൂടിക്കാഴ്ച തീരുമാനിച്ച് ഇ പി ജയരാജൻ, മറ്റാരും വരാത്ത ഇ പി ജയരാജൻ്റെ മകൻ്റെ ആക്കുളത്തെ വീട്ടിൽ കാണാൻ തീരുമാനിച്ചതാണോ? അതല്ല ഇ പി ജയരാജൻ പറഞ്ഞതുപോലെ നേരെ ആക്കുളത്തെ വീട്ടിലേക്ക് നന്ദകുമാറുമായി ജാവ്ദേക്കർ കയറി ചെല്ലുക? അങ്ങനെയാണെങ്കിൽ ഇ പി ജയരാജൻ ഒന്നാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും പറയുന്ന ആ നറേറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ ഒരു നേതാവിനെ കൊണ്ട് ആ പാർട്ടിയിൽ ഇ പി ജയരാജൻ ഒറ്റപ്പെട്ടു പോയി. അല്ല, അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്, CPM ആണ് തീരുമാനിക്കേണ്ടത്. ആരെങ്കിലുമായി സംസാരിച്ചോ, BJPയുടെ നേതാക്കന്മാരുമായോ കോൺഗ്രസ് നേതാക്കന്മാരുമായോ സംസാരിച്ചു പോയാൽ പാർട്ടിയുടെ ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ അറിവും പരിചയവും ഒക്കെ അങ്ങ് ഒലിച്ചു പോകും എന്ന് പാർട്ടി തീരുമാനിക്കുന്നാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അവിടെ പാർട്ടിയെ നേർവഴിക്ക് നയിക്കേണ്ട ചുമതലയൊന്നും ഞങ്ങൾക്കില്ല. ഇ പി ജയരാജൻ ജാവ്ദേക്കറായി കണ്ടിരുന്നു എന്ന് ഇ പി ജയരാജൻ സമ്മതിച്ചിട്ടുണ്ട്. ജാവ്ദേക്കർ പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടിരുന്നു, അതൊരു അസ്വാഭാവികതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കൂടിക്കാഴ്ചയിൽ ഇങ്ങനെ ഒരാളുണ്ടായി എന്നുള്ളതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഇപ്പോൾ പൊതുസമൂഹത്തിന് മുമ്പ് പറഞ്ഞത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് ഈ നമ്മുടെ ജാവ്ദേക്കറെ കണ്ടതിനെ കുറിച്ചിട്ടല്ല. ആ കൂടിക്കാഴ്ചയിൽ ഒരാൾ ഉണ്ടായിരുന്നവർ ഇത്തരത്തിലുള്ള പവർ ബ്രോക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ കൂടുന്നത് ശരിയല്ല എന്നുള്ളതാണ്. അതല്ലാതെ നിങ്ങളുടെ ഒരു നേതാവ് പ്രഭാരി ഒരു വീട്ടിൽ അദ്ദേഹത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ കയറി ചെല്ലുന്നു. അത് ഇ പി ജയരാജനെ ഇപ്പോൾ രാഷ്ട്രീയമായ ഒരു അസ്ഥിരാവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നു. പിന്നെ നിങ്ങളുടെ പ്രഭാരി ഒപ്പം കൂട്ടിയിരിക്കുന്ന ആരെയാണ്? ദലാൽ നന്ദകുമാറിനെ. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം പറയുന്നത് ഇത്തരം ദല്ലാളുമാരുമായിട്ടുള്ള സൗഹൃദമാണ് ജാഗ്രതക്കുറവ് എന്നുള്ളതാണ്, അല്ലാതെ പ്രഭാരിയുമായി സംസാരിച്ചു എന്നുള്ള കാര്യത്തിലല്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും സംഭവിച്ചോ ഇല്ലയോ, അതിൻ്റെ ഒരു യഥാർത്ഥ പിക്ചർ എന്താണ്? ഇത് ഇ പി ജയരാജൻ പറയുന്നതുമായി ചേർന്ന് പോകുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങൾ പറയാൻ താങ്കളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ BJP?
അല്ല ഇത് തിരഞ്ഞെടുപ്പ് സമയമായപ്പോൾ കോൺഗ്രസ് ഇറക്കിയ ഒരു നെറേറ്റീവാണ്. ഇദ്ദേഹത്തെ നന്ദകുമാറിനെ രംഗത്തിറക്കി കേരള രാഷ്ട്രീയത്തിൽ ഒരു അസ്ഥിരത ഉണ്ടാക്കുന്നതിനും ഒരു ചർച്ചയുണ്ടാക്കുന്നതിനും കോൺഗ്രസിന് അനുകൂലമായിട്ട് ഒരു ചർച്ചയുണ്ടാക്കുന്നതിന് വേണ്ടി കോൺഗ്രസിൻ്റെ തിരക്കഥയാണ്. അതിലെന്തിനാണ് ഞങ്ങൾ വീഴുന്നത്? ഞങ്ങൾ വിടേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ നേതാവ് ജാവ്ദേക്കർ പറഞ്ഞു, പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞിട്ടുണ്ട് ഇ പിയെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു എൻ്റെ വീട്ടിൽ വന്നു, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ജാവ്ദേക്കർ സംശയമില്ല, ഒരു പ്രശ്നമില്ല. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ജാവ്ദേക്കറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ നിലപാട് അല്ല ഇത് എന്തുകൊണ്ട് CPM ഇല്ലാതെ പോകുന്നു? വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ മകന്റെ ജന്മദിനമുള്ള ദിവസം നേരെ കയറി ചെല്ലുന്നു. എന്നിട്ട് രാഷ്ട്രീയം സംസാരിക്കാൻ ശ്രമിക്കുന്നു. രാഷ്ട്രീയം സംസാരിക്കേണ്ടതില്ല എന്ന് പറയുന്നു. വളരെ സൗഹാർദ്ദപൂർവ്വം ചിരിച്ച് അദ്ദേഹം പിരിയാൻ ശ്രമിക്കുന്നു. വളരെ വേഗത്തിൽ അദ്ദേഹം ആ വീട് വിട്ടു പോകുന്നു. രണ്ടാമത് ദല്ലാൽ നന്ദകുമാറുമായിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ പാർട്ടി അദ്ദേഹത്തിന് ജാഗ്രത കുറവുണ്ടായി എന്ന് പിണറായി വിജയനോട് പറഞ്ഞിരിക്കുന്നത്. പാർട്ടിയുടെ സംസ്ഥാന ഘടകം അക്കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറയുമ്പോൾ അത് കേന്ദ്ര കമ്മിറ്റിയും എൻഡോഴ്സ് ചെയ്തു എന്ന് വേണം കരുതാൻ. അപ്പോൾ അതൊരു പ്രതിസന്ധി ആയിരിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ ആളുകളെ ചാക്കിട്ട് പിടിക്കുന്നത് പുതിയതൊന്നുമല്ല. പക്ഷേ ഈ രീതിയിലാണോ ചാക്കിട്ട് പിടിക്കേണ്ടത്? ചാക്കിൽ കയറാൻ തയ്യാറില്ലാത്തവരെ പ്രതിസന്ധിയിലാക്കുക എന്നുള്ളത് ഒരു ശരിയായ രീതിയാണോ? ശ്രീ നികേഷ് കുമാർ, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ഇപ്പം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കണ്ടാൽ ഞങ്ങൾ സൗഹൃദം പങ്കുവയ്ക്കും. അതിനോടൊപ്പം തന്നെ എൻ്റെ രാഷ്ട്രീയം പറയാൻ ഞാൻ ശ്രമിക്കും. അത് രാഷ്ട്രീയം എന്നോട് പറയാം, എനിക്കത് വിരോധമില്ല. ഇത്തരം രാഷ്ട്രീയമൊക്കെ അല്ല, എനിക്കതിനോട് വിരോധമില്ല. വല്ല പബ്ലിക് ഫംഗ്ഷനിലൊക്കെ ട്രെയിനിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ തൊട്ട് അപ്പുറത്തുള്ള കൂപ്പയിലാണെങ്കിൽ പോയും ചെന്നിരുന്ന് രാഷ്ട്രീയം പറയാറുണ്ടെന്ന് ഞാൻ കാണാറുണ്ട്. വിമാനത്തിലിരുന്ന് നിങ്ങൾ രാഷ്ട്രീയം പറയുന്നത് ഞാൻ കാണാറുണ്ട്. ഗസ്റ്റ് ഹൗസുകളിൽ മുറികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്ന് രാഷ്ട്രീയം പറയാൻ. ഇതിപ്പോൾ ഒരു വീട്ടിൽ ഇടിച്ചു കയറുകയാണ് CJR പത്മകുമാർ. അല്ലല്ലോ, ഒരു വീട്ടിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടന്നൊരു ചടങ്ങിൽ അദ്ദേഹം നമ്മുടെ ജാവ്ദേക്കർ പോയി എന്നാണല്ലോ പറയുന്നത്. ആ പോകാൻ അദ്ദേഹത്തിൻ്റെ ഒരു വീട്ടിലെ മകൻ്റെ ഒരു കുഞ്ഞുമായൻ്റെ ഒരു ആഘോഷവുമായി ബന്ധപ്പെട്ടൊരു ചടങ്ങിൽ ജാവ്ദേക്കർ പോയി എന്നുള്ളത് പോകാൻ പാടില്ലെന്നുണ്ടോ? അങ്ങനെ ഇല്ലല്ലോ. രാഷ്ട്രീയം പറയും. അവിശ്വാസം ഉണ്ടാക്കിയിരിക്കുന്നു. അല്ല, അത് അവരുടെ പാർട്ടിയുടെ ആ പാർട്ടിയുടെ നിലപാടിലുണ്ടായ പിശകാണത്. ഞങ്ങളുടെ കുഴപ്പമല്ല. ആ പാർട്ടിക്ക് ജയരാജനെ വിശ്വാസമില്ല എന്നുള്ളതാണോ? അതാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്. അദ്ദേഹം ഇത്രയും കേരളത്തിലെ ഇന്ന് നിലവിലുള്ള ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുള്ളത് ദല്ലാൽ നന്ദകുമാറിന്റെ കാര്യത്തിൽ മാത്രമാണ്. ഞാൻ വരാം CJR പത്മകുമാർ, അതിൽ കൂടുതൽ താങ്കൾക്ക് പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ശ്രീ